ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു മാങ്ങ വെച്ച് ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇത് കോട്ടക്കണ മാങ്ങയാണ്. നമുക്ക് 3 മാങ്ങ വേണം. ഏത് മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ കുറച്ച് ശർക്കര മതി. ഞാൻ ചീ വെച്ചിരിക്കുന്നതേ ഉള്ളൂ, കല്ലും മണ്ണും ഇല്ലാത്തതുകൊണ്ട്. തേങ്ങ വേണം, ഇടിയപ്പത്തിൻ്റെ പൊടി, നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതിലോട്ട് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മാവിലോട്ട് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കാം. നമ്മൾ മാവെല്ലാം ഇവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൽ നമുക്കിനി ഈ മാങ്ങയെല്ലാം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം. മാങ്ങയെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. പഞ്ചസാര വേണ്ട. മാങ്ങ നല്ല മധുരമുള്ളതാണ്. നിങ്ങൾക്ക് 2 3 മാങ്ങ എടുക്കാം, നമുക്ക് 1 വേണമെങ്കിലും എടുക്കാം. കുറച്ച് തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് മതി നമുക്ക് മിക്സിങ്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതിൽ നിന്ന് ഒരു പിടി മാവെടുത്ത് ഇതുപോലെ നമുക്ക് ബോളാക്കി നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഈ ചപ്പാത്തിയുടെ പ്രസ്സിങ് ആണ് ഇത്. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം. മറ്റേ കയ്യിലൊക്കെ വെച്ച് നമുക്ക് ആക്കണ്ടേ, ഇങ്ങനെ നമുക്കൊന്ന് എടുത്ത് ലെവൽ ചെയ്ത് കിട്ടും. നമുക്ക് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കിട്ടും. നമുക്കിത് ഇതുപോലെ ആയി കിട്ടും. നമുക്കിനി ഇതിനെ ഫില്ലിങ് വെച്ച് റൗണ്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ 1 സ്പൂൺ ഫില്ലിങ് എടുക്കാം, ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതെല്ലാം ഇങ്ങനെ മൂടി റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് വേണമെങ്കിലും ഇതുപോലെ എടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഇവിടെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ സവാള വിധം ഇതുപോലെ ഇഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി. കൊഴുക്കട്ടയെല്ലാം ഇതുപോലെ ഇവിടെ എല്ലാം ആക്കിയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ട് കാണിക്കാം. നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. നമ്മുടെ മാമ്പഴം വെച്ച തുറു കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. മാങ്ങ നമ്മളെപ്പോഴും കിട്ടുമ്പോൾ ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് 11 മണിക്ക് ചായക്ക് 4 മണിക്ക് എന്തെങ്കിലും ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഒരു കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നല്ലതാണ്, നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ആ മാങ്ങയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.